السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحابه أجمعين. أما بعد. പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ അതിശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലോകത്തെമ്പാടുമുള്ള സത്യവിശ്വാസികൾ പരിശുദ്ധമായ റമദാൻ മാസത്തെ സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന തിരക്കിലാണ്. പകൽ മുഴുവനും നോമ്പും രാത്രി തറാവീഹും തഹജ്ജുദുമൊക്കെയായി മുസ്ലിം ലോകം സജീവമായിരിക്കുന്നു. എങ്ങും പരിശുദ്ധമായ ഖുർആൻ പാരായണത്തിന്റെ, ഇഫ്താറുകളുടെ, ദാനധർമ്മങ്ങളുടെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ, സ്നേഹ സൗഹൃദങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ. പള്ളികളെല്ലാം ഹയാത്തായിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. സത്യത്തിൽ ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും അതുവഴി മനുഷ്യനിൽ ചില മൂല്യങ്ങൾ, നന്മകൾ ഉണ്ടാകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യമാക്കുന്നു. പ്രസ്തുത മൂല്യങ്ങൾ ഇബാദത്തുകാരിൽ ഉണ്ടാകുമ്പോഴാണ് കർമ്മങ്ങൾ അർത്ഥവത്താകുന്നത്. അല്ലാത്ത പക്ഷം കർമ്മങ്ങൾ മുഴുവനും ആത്മാവില്ലാത്ത, ഫലമില്ലാത്ത വെറും ആചാരങ്ങൾ മാത്രമായി തീരുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉദാഹരണം, നിസ്കരിച്ച ചിലർക്ക് നാശമെന്നുള്ള പറയുന്നു. അവർ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് നാശമാണ്. പരിശുദ്ധമായ ഖുർആൻ فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. പരിശുദ്ധമായ ഖുർആൻ. ഇവിടെ നിസ്കരിക്കാത്തതിലല്ല നാശകാരണം. നിസ്കരിച്ചിട്ടും അവനിൽ നന്മയുണ്ടാകുന്നില്ല എന്നതാണ് പ്രശ്നം. കാരണം അവൻ അശ്രദ്ധനാണ്. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അവൻ ആ നിസ്കാരത്തിൽ അശ്രദ്ധനാണ്. അല്ലദീന ഹും യുറാഊൻ. അവൻ ലോകമാന്യനാണ്, ഛേദമില്ലാത്ത ഉപകാരം പോലും ചെയ്യാത്തവനായ യംനഊനൽ മാഊൻ. അപ്പോൾ അവന്റെ ഇബാദത്ത് അവന് ഫലപ്പെടാതെ പോയി എന്നതാണ് സത്യം. ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇബാദത്തുകാരിൽ അതിന്റെ മൂല്യം ഉണ്ടാകണം എന്നുള്ളതാണ്. അല്ലാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ പരിശുദ്ധമായ റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഒന്നാമത്തെ ഫലം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് ഒന്ന് സഹനശീലമാണ്. ഖാല നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഹുവ ശഹ്റുസ് സ്വബ്ർ. ഇത് സഹനത്തിന്റെ മാസമാണ്, ക്ഷമയുടെ മാസമാണ്. വസ്സബ്റു സവാബുഹു അൽ ജന്ന. ഇനി ക്ഷമയുള്ളവർക്കുള്ള പ്രതിഫലം എന്താണ്? അത് സ്വർഗമാണ്. അല്ലാഹു നമുക്ക് സ്വർഗം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പ് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കരുത്ത് നമ്മിൽ ഉണ്ടാക്കി തീർക്കുന്നു. നമ്മുടെ മുമ്പിൽ ഭക്ഷണവും വെള്ളവും എല്ലാമുണ്ട്. നമുക്ക് നന്നായി വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്. ആരും അറിയാതെ ഉപയോഗിക്കാൻ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ അതൊന്നും ചെയ്യാതെ വിശപ്പിനെ, ദാഹത്തെ, ക്ഷീണത്തെ നാം ചെറുത്തു നിർത്തുന്നു. വൈകാരിക ചിന്തകളെയും ഇതുപോലെ നമ്മൾ മറികടക്കുന്നു.
റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മുടെ താല്പര്യങ്ങളെ നമ്മൾ മാറ്റിവെക്കും. അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഇബാദത്തുകൾ അതിൻ്റെ മൂല്യമുണ്ടാകണം. മൂല്യമുണ്ടായില്ല എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ഒന്നും ഫലമില്ലാതായി പോകുന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.